കൊല്ലം കോർപ്പറേഷനിലെ UDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. 13 സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. INTUC ജില്ലാ അധ്യക്ഷൻ AK ഹഫീസാണ് മേയർ സ്ഥാനാർത്ഥി. BS ശിവകുമാറാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. 56 വാർഡിൽ 13 വാർഡിലെ സ്ഥാനാർത്ഥികളെ ഇന്നിവിടെ പ്രഖ്യാപിക്കുന്നു. ശക്തികുളങ്ങര ഹാർബർ 1-ാം നമ്പർ ഡിവിഷൻ സേവ്യർ മത്യാസ്, കാവനാട് രാധിക, കടവൂർ ധന്യരാജ്, വടക്കും ഭാഗം കുരുവിള ജോസഫ്, കടപ്പാക്കട അഡ്വക്കേറ്റ് A സന്തോഷ്, വടക്കേവിള D കൃഷ്ണകുമാർ, കുന്തലത്താഴം P രാജേന്ദ്രൻ പിള്ള, പാലത്തറ ചിത്രലേഖ ദാസ്, തെക്കും ഭാഗം J ഇസബല്ല, താമരക്കുളം AK ഹഫീസ്, തങ്കശ്ശേരി ഡോക്ടർ ഉദയകുമാർ കരിമാലി, ഡോക്ടർ ഉദയ സുകുമാരൻ കരിമാലി, പഴയ നമ്മുടെ മുനിസിപ്പൽ ചെയർമാനായിരുന്ന കരിമാലിന്റെ ഭാര്യയാണ്, മുൻ കൗൺസിലറാണ് അവർ. തിരുമുല്ലവാരം ഉദയ തുളസീധരൻ, മുളങ്കാടകം രഞ്ജിത്ത് കലിംഗമുഖം. അങ്ങനെ 13 സ്ഥാനാർത്ഥികളെ കോൺഗ്രസിന്റെ ആദ്യഘട്ടമായി പ്രഖ്യാപിക്കുകയാണ്. ലിജോ റോളൻസ് ചേരുന്നുണ്ട്. ലിജോ, തിരുവനന്തപുരത്തിന് പിന്നാലെ തന്നെ കൊല്ലത്തും സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചിരിക്കുന്നു. ഒരു മുമ്പേ കോൺഗ്രസ് കാര്യങ്ങളിലേക്ക്, തെരഞ്ഞെടുപ്പിലേക്ക് കടന്നു എന്നതാണ് വ്യക്തമാവുന്നത്. എന്തൊക്കെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്? പ്രധാനമായ ആരൊക്കെയാണ് മത്സരരംഗത്തുള്ളത്? ധന്യ, കൊല്ലം കോർപ്പറേഷനിലും വലിയൊരു തിരിച്ചുവരവ് നടത്തുക എന്ന ലക്ഷ്യത്തോടു കൂടെയാണ് KPCC നേരത്തെ തന്നെ KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം VS ശിവകുമാറിനെ കൊല്ലം കോർപ്പറേഷന്റെ ചുമതല ഏൽപ്പിച്ചിരുന്നത്. ജില്ലയിൽ പലതവണ എത്തി ഓരോ വാർഡുകളിലും എത്തി കൃത്യമായ വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് 56 ഡിവിഷനുകളിൽ 38 ഇടത്താണ് കോൺഗ്രസ് മത്സരിക്കുന്നത്. അവിടെ 13 ഇടത്തേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആ പേരുകളൊക്കെ തന്നെയാണ് ഇപ്പോൾ നമ്മളിപ്പോൾ കേൾക്കുകയും ചെയ്തത്. അതിൽ തന്നെ കോൺഗ്രസ്, അതായത് UDF മുന്നോട്ട് വയ്ക്കുന്ന മേയർ സ്ഥാനാർത്ഥി INTUCന്റെ ജില്ലാ അധ്യക്ഷനായിട്ടുള്ള AK ഹഫീസിനെയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഹഫീസിനെ മുന്നിൽ നിർത്തിക്കൊണ്ടായിരിക്കും ഇത്തവണത്തെ ഇലക്ഷന് നേരിടുക എന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. നേരത്തെ തന്നെ കുറ്റവിചാരണ യാത്ര UDF നടത്തിയിരുന്നപ്പോൾ അതിന്റെ ഒരു ജാഥ ക്യാപ്റ്റനായിരുന്നു ഹഫീസ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളുമായാണ് മുന്നോട്ട് പോയത്. അടുത്ത ദിവസം തന്നെ RSPക്ക് കഴിഞ്ഞ തവണ 11 സീറ്റുകളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ 10 സീറ്റുകളിൽ കൃത്യമായി ധാരണയായിട്ടുണ്ട്. ഒരു സീറ്റ് വച്ചുമാറാനുള്ള ആലോചന നടത്തുന്നുണ്ട്. ലീഗിന് 5 സീറ്റുകളും ഫോർവേഡ് ബ്ലോക്കിനും ജേക്കബ് വിഭാഗത്തിലും ഓരോ സീറ്റുകളുമാണുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള സീറ്റ് വിഭജനമെല്ലാം പൂർത്തിയായിട്ടുണ്ട്. ഇനി ആ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക. ഈ ഒരാഴ്ച കൊണ്ട് തന്നെ പരമാവധി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് ഏക അഭിപ്രായം വരുന്ന സ്ഥാനാർത്ഥികളാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റുള്ളവരെ കൃത്യമായി തർക്കം വരുന്ന ആളുകളെയൊക്കെ പരിഹരിച്ചുകൊണ്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുമെന്നുള്ള കാര്യം തന്നെയാണ് DCCയിൽ നിന്നും അറിയിച്ചിരിക്കുന്നത്.